കാറ്റ് വീശുന്ന ഒച്ച കിട്ടുമോയെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ സത്യം പറഞ്ഞാൽ സ്ഥലപ്പേര് അറിയത്തില്ല. ഇത് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കിട്ടിയത് അയാം പ്രിൻറ്റോ എന്ന് പറഞ്ഞ ചാനലിൻ്റെ അകത്ത് പുള്ളി വന്ന് ഇവിടെ താമസിച്ചിട്ട് ഇട്ടിരുന്ന ഒരു ലൊക്കേഷനാണ്. അത് പിൻ ചെയ്തിരുന്നത് നോക്കിയിട്ടാണ് വന്നത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളപ്പം ഇന്ന് നല്ല അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. ഇന്ന് വരാൻ തോന്നുന്നില്ല, ഞാൻ വരുന്നില്ല. ഇന്ന് ഇൻട്രോ എടുക്കാൻ അങ്ങനെ അധികം പറ്റിയിട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ സത്യം പറഞ്ഞാൽ ഒരിടത്ത് കയറിയിരുന്ന് എടുത്തെങ്കിലും അതത്ര സുഖമായില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇവൾക്കൊരു പുതിയൊരു സൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു തൊടുപുഴ. അപ്പോൾ ആ സൈറ്റിലെ വർക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, ഒരു ഇൻറ്റീരിയറിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അവിടെയൊന്നും വ്ളോഗ് ചെയ്തില്ല ഞങ്ങൾ. അത് കഴിഞ്ഞ് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ വരാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ വേറൊരു സ്ഥലത്ത് പോയി, അവിടെ കയറ്റിയില്ല. ഈ വേലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് അവിടെ കയറ്റിയില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയ വെള്ളി വീണു, അതിനാണ് ഇവളീ ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞാനത് കട്ട് ചെയ്തിട്ടിടാന്ന് വിചാരിച്ചു, അപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ കുറച്ച് ഇനി ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഇടാം. എന്നാ പോക്കോ. നിന്നെ പോലത്തെ ഓരോന്ന് കാരണമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരെ കയറ്റാത്തത്. ഒരുത്തി ഭയങ്കര ഫോട്ടോഗ്രാഫിയായി ഇവിടെ, പക്ഷെ ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ സംസാരിക്കുന്നതൊക്കെ കിട്ടുമോ എന്നുള്ള കണ്ടറിയണം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വർണ്ണിച്ചേ, നിന്റെ ബോധം മനസ്സിലാവും. ഇവിടെ വന്നത് ആ സ്ഥലമില്ല, അപ്പം ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ സ്ഥലത്ത് ഈ സ്ഥലമില്ല, ഇവിടെ അങ്ങോട്ട് കുറച്ച് നടന്ന് കാണിക്കേ. ഈ സ്ഥലത്ത് ടെന്റ് അടിച്ച് താമസിച്ച അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോ സുഖമായിട്ട് ഇവിടുത്തെ പുഴയൊക്കെ കണ്ട് ഈ മലയൊക്കെ കണ്ട് ഒരു മിനിറ്റ് പുഴ ഇങ്ങനെ 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 ഒഴുകി ഒഴുകി പോകുന്നതാണ്. മലയൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. മലയൊക്കെ പോകുന്നതാണോ? മല പൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊളി സ്ഥലം ശരിക്കില്ലേ. എല്ലാവരും പറഞ്ഞോട്ടെ, ഇവിടെ ഒരു മനുഷ്യനെ ശല്യം ചെയ്യാല്ലാണ്ട് നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട്, ഈ കാറ്റ് കൊള്ളുമ്പോൾ തന്നെ അല്ലേ നമുക്കൊരു അടിപൊളി സുഖം. വേറെ ഒന്നും തിന്നാൻ പോലും കിട്ടിയില്ലല്ലോ ഒരു അത്രയ്ക്ക് രസം. അപ്പം ഇന്നിനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ പിന്നെ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. പൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊളി സ്ഥലം. ഞാൻ ഇനിയും ജീവിതത്തിൽ വേറെ എങ്ങോട്ടും പോകില്ല. പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മൈക്കിൻ്റെ അകത്ത് മിക്കവാറും ഈ കാറ്റിൻ്റെ ഒച്ച വരുമോ എന്നുള്ളതേ സംഭവം. കാറ്റിൻ്റെ ഒച്ച എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിന്റെ സൗണ്ട്. അപ്പോൾ ആർക്കും ഒന്നും വിഷമമൊന്നും വിചാരിക്കണ്ട. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ പറയുന്നത് കേട്ടില്ല, അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി തരും. നീ അപ്ലോഡ് ചെയ്തിട്ട് എഴുതുവോ? ഒരു വലിയൊരു പാമ്പാണോ നിക്കടി, ഒരു ഈച്ചയെ കണ്ടോ? ഈച്ചയാ, തുമ്പിയല്ല. അതിന്റെ വലുപ്പം കണ്ടോടി? പേടിയില്ലെന്ന് തോന്നല്ലോ, അനങ്ങുന്നില്ല. അത് ഈച്ചയല്ല, വണ്ട. അത് ചെവി കയറിയാ ചത്തുപോകും. കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലൊരു റോഡിൻ്റെ ട്രാക്ക് പോലെ കാണാമോന്ന് അറിയത്തില്ല. അതിലേ ഇങ്ങനെ പതുക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്ത് കിടക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നവി ഇതിലേ കയറി വരുമെന്ന്. എന്നാലും പതുക്കെ എടുത്തുകൊണ്ട് വന്നതെന്നാ വെച്ചാൽ ഇതിലിങ്ങനെ ചെറിയ കുഴികൾ പോലെയൊക്കെ ഉണ്ട്. നോക്കിയില്ലെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ അത് നല്ലൊരു കുഴിയാണ്. പാട് കിടക്കുന്നിടത്തൂടെ ഞാൻ കയറ്റിക്കൊണ്ട് വന്നുള്ളൂ. സംഭവം ഭയങ്കര രസമുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിപ്പം 3 മണി ആയിട്ടേ ഉള്ളൂ, 3:15 ഉള്ളൂ. അതിൻ്റെ ഒരു വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. എല്ലായിടവും ചെറിയ ഇതിനെന്നാ പറയുന്നത് ഈ പൂവിന്? മഞ്ഞപ്പൂവല്ല. ഒരുത്തി അവിടെ 2 ചേച്ചിമാരെ കിട്ടി. അപ്പോഴത്തേക്കും അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നിടത്തോട്ട് ചെല്ലട്ടെ എന്ന് ചോദിച്ചു. ഉടനെ വഴിയൊക്കെ തപ്പിപ്പിടിച്ച് പോകുന്നുണ്ട്. വല്ല കുഴി പോവുമെന്ന് അറിയത്തില്ല. വെള്ളം കണ്ട ഭ്രാന്ത. അതിലെങ്ങാണ്ടാ പോയേ.
വഴി നോക്കിപ്പോട്ടെ, കുഴിയുണ്ട് അവിടെ. കുഴി പോകുമോയെന്ന് അറിയത്തില്ല, എന്തും സംഭവിക്കാം. ഓ, പ്രതീക്ഷകളെല്ലാം പോയി. സൂര്യൻ താന്ന് വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റാണ് സൂര്യൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ആ വെയിലൊന്നും അറിയുന്നില്ല. അപ്പുറത്തെ കരയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞങ്ങൾ വന്നത് നവിയില. സ്ഥലത്തിൻ്റെ 2 പേരെ പരിചയപ്പെട്ട്, കൂട്ടുകാരെ കിട്ടി. ഇവിടെ ദൃശ്യം 2 ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ചായിരുന്നു. അതെ. എന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയോ? കാഞ്ഞാർ കൈപ്പക്കവല. ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര്. അതുവരെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത തവണ വരുമ്പോൾ അവർ കുളിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭയങ്കര ആഴം, ഇപ്പം ഇറങ്ങാൻ പറ്റില്ല, ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കുളിക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഞാൻ ചാടും. എന്നെ അവർ കുളിക്കാൻ ഇറക്കാം. കുളിപ്പിച്ചും കൂടെ തരുമോ? ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അതെവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ. തൊട്ടപ്പുറത്ത് അവരുടെ വീടെന്ന് പറഞ്ഞു. ഇവിടം വരെ വെള്ളം കയറുന്നത് ആ മരം, ആ ലോറി കിടക്കുന്നതിൻ്റെ അവിടം വരെ വെള്ളം കയറുമെന്ന്. ലോറി ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരത്താണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ വരെ വെള്ളം കയറാറുണ്ട്. ഇനി ഒരു 2 മാസം കഴിയുമ്പോൾ എന്താ വേലിയേറ്റോ എന്താണ്ടുണ്ട്, അപ്പോഴത്തേന് വെള്ളം കയറും. അപ്പോഴത്തേക്ക് വന്ന് അവിടെ നിന്ന് കുളിക്കാൻ പറ്റും. ഇപ്പം അവിടെ ഭയങ്കര ആഴമായതുകൊണ്ട് ഇറങ്ങാൻ പറ്റും. അപ്പം പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടം വരെ വെള്ളം ഉള്ളപ്പം വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ അല്ലേടി? വെള്ളം ഉള്ളപ്പോൾ അല്ല, വെള്ളം ഇല്ലാത്തപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ വല്ല പാമ്പ് കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? പാമ്പ് കടിച്ചിട്ട് പോകും. നമ്മൾ ചത്തു രാവിലെ എഴുന്നേൽക്കും മരിച്ചു കിടക്കണമെങ്കിൽ. ഇവിടെ കിടന്ന് ചത്താൻ നല്ല രസമല്ലേ? ആരും കൊണ്ടുപോകും? ആരും കൊണ്ടുപോകണ്ട. എന്നാത്തിനാ ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറട്ടെ. ഇവിടെ ഇതിനൊക്കെ വളമാവും. നല്ല സൂപ്പറാട്ടോ സ്ഥലം. കൈപ്പക്കവല. ഓക്കെ, എല്ലാവരും മറക്കരുത്. ഹായ് വണ്ടി. ഞാൻ പരിചയപ്പെട്ടു. ഇനി അതിനെ ഓടിച്ചു വിട്. ഹായ് വണ്ടി. ഒറ്റ പറക്കലാ പറക്കുന്ന കേട്ടോ. എനിക്ക് പേടിയപ്പോ ഞാൻ 4 മണിയാകുമ്പോൾ ഇറങ്ങാം. ഓക്കെ, ഞങ്ങളെ കൃത്യം 4-ന് ഇറങ്ങുന്ന വേറൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടെ നിന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മോർണിംഗ് വന്നിട്ടേ കാര്യമുള്ളൂ. സൂര്യൻ ബാക്കിലാണ്. അവരെന്റെ അടുത്ത് പറഞ്ഞേ വെളുപ്പിനെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റിയല്ല. എന്താ പറയാ, തിരിച്ചു പോകാൻ വഴി അറിഞ്ഞൂടാ. ഫോൺ ഉണ്ടെങ്കിൽ തിരിച്ചു പോകാൻ വഴിയിലെ അല്ല മെയിൻ പ്രശ്നം. ആമിക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. അപ്പൊ എക്സാം ഉള്ളപ്പോഴാണോ നിങ്ങൾ കറങ്ങി നടക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ കറങ്ങാൻ വന്നതല്ല. ഞങ്ങള് പിന്നെ കൊച്ചിനെ അങ്ങനെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല. കൊച്ചു തോറ്റാലും ഞങ്ങൾ സന്തോഷമായിട്ട് സ്വീകരിക്കും. അതിന് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഓഫീസർ ഒന്നും ആവണമെന്ന് ഞങ്ങൾ പറയത്തില്ല. എന്തെങ്കിലുമൊക്കെ ആയാൽ മതി, സ്വന്തം കാലിൽ നിന്നാ മതി. അത് മാത്രം ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യണം. അതാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യം. പെണ്ണുങ്ങളെന്ന് മാത്രമല്ല, എന്താ സ്റ്റോപ്പാണ് അല്ല, ഹൈഫൈ അങ്ങനെ. യെസ്, ഓക്കെ. എന്താണെന്നറിയാവോ? പെണ്ണ് അല്ല, സോറി, അതെന്താണെന്നറിയാവോ? കാരണം നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടില്ലേ, ഭർത്താക്കന്മാരുടെ ചെലവിൽ ജീവിക്കണം എന്നുള്ള തോന്നൽ വരുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും തമാശയാണെങ്കിലും, തമാശയൊന്നും അല്ല, ഇത് സീരിയസ് ആയിട്ടുള്ള പലർക്കും തോന്നും. സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും ചിലവരൊക്കെ ഭയങ്കര കുലസ്ത്രീകൾ അല്ലേ, കുലസ്ത്രീകൾ എന്നാണ് പറയുന്നത്. കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംരക്ഷിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി, അയ്യോ ഭർത്താവിന് അത് കൊടുക്കണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ എല്ലാവരും ഭർത്താവിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, ഭാര്യയ്ക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് 2 പേരും ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പെരുമാറണം അല്ലേ? അതായത് ജിത്തുവിന് ഇഷ്ടങ്ങളുണ്ട്, അതങ്ങോട്ട് ചെയ്തു. അതിൽ എൻ്റെ അടുത്ത് ചോദ്യം വേണ്ട, അഭിപ്രായം വേണ്ട. അതുപോലെ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് ഞങ്ങൾ ആദ്യമോട്ട് അങ്ങനെ ഉള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എടി ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് തന്നെ നമുക്ക് ഇന്ന് ഈ നല്ല സ്ഥലത്തുനിന്ന് തന്നെ ഈ വ്ളോഗിന് അങ്ങ് ടാറ്റ പറയാം. ഇന്ന് കുറേ നിങ്ങളെയൊക്കെ ഇങ്ങനെ വെറുപ്പിക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ തമാശയ്ക്കൊന്നല്ല, സീരിയസ് ആയിട്ട് തന്നെ അതങ്ങ് സഹിച്ചോ കേട്ടോ. അല്ല നിങ്ങൾ വലിയ അല്ല, ഞാൻ പറയട്ടെ, നമ്മളെ ജീവിക്കുന്ന എന്തിനാ? സന്തോഷിക്കാൻ വേണ്ടിയില്ലേ. അപ്പം മാക്സിമം സന്തോഷിക്കുക, അടിച്ചു പൊളിക്കാൻ പറ്റുന്നതൊക്കെ അടിച്ചു പൊളിക്കുക. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് ജീവിതത്തിൽ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം
നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ ആദ്യം ഇഷ്ടപ്പെടണം, അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത്. അത് ഇവള് പറഞ്ഞ ഒരു പോയിന്റ് കേട്ടോ. നമ്മളെല്ലാരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ. എപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മള് അന്നേ ജീവിതം ആകത്തുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ ജീവിതം ആകത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടലായി പോകും. അപ്പം പലരുടെയും ജീവിതത്തിൽ അത് തന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. എനിക്കറിയത്തില്ല ഒച്ച ഫുള്ള് പ്രശ്നമായിരിക്കുമോ, കാറ്റടിക്കുന്ന ഒച്ച കിട്ടുമോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഈ സംസാരിച്ച മൊത്തം പോകുമോയെന്നും അറിയത്തില്ല. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനിയും വേറെ എങ്ങും നിർത്തുന്ന വീഡിയോ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് അത് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ കാണാം. ഇനി ഈ സ്ഥലത്ത് വരും കേട്ടോ. ഓക്കെ. ഇനി ഈ സ്ഥലത്ത് വരുന്നതായിരിക്കും. ഇനി ഈ സ്ഥലത്ത് വരുമ്പം മിക്കവാറും നമ്മൾ ആമിയും കൂടെ ആയിട്ട് വരാം. നമ്മള് കുളിക്കാനൊക്കെ ആയിട്ട് വരാം, ഡ്രസ്സൊക്കെ കൊണ്ട്. അപ്പൊ ആ ചേച്ചിയുടെ ഒക്കെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നു. നമ്പർ അത് ഇവിടെ പോയി അന്വേഷിച്ചാൽ ചേച്ചി കുളിക്കാൻ. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ. ആ കാടില്ലേ, ആ കാടിന്റെ അകത്തോട്ട് നോക്കിക്കോണം, ഒരു സംഭവം കാണാം. ആ ഉണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് കാണിക്കണോ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നോക്കി അത് കണ്ടോ? അതെ, ഒരു സാധനം ഇരിക്കുന്ന കണ്ടോ? അത് കണ്ടോ? ദേ മലയോ കല്ല്, ദേ അത് കണ്ടോ കല്ലുകൾ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വല്ല പേടിപ്പിക്കാനായി. നിങ്ങൾക്ക് ആ വീഡിയോയിൽ അതിന്റെ ഒരു ഭീകരത മനസ്സിലാകത്തില്ലായിരിക്കും കേട്ടോ. അയ്യോ, വലിയ പാറക്കല്ലാട്ടോ. കൊള്ളം പൊക്കമൊക്കെ ആനേനെ പോലെ ഉണ്ടല്ലേ.